അത് വാർത്തയാകും. അപ്പൊ അവന്റെ പിന്നിലെ ശക്തികൾ ഒന്നുകിൽ അവനെ ജാമ്യത്തിലിറക്കും, അല്ലെങ്കിൽ അവനെ തന്നെ ഉന്മൂലനം ചെയ്തൊന്നും വരും. അതുകൊണ്ട് അവനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. സർ, അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ റിസ്ക് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് മാത്യൂസേ. ഇടിച്ച് പദം വരുത്തിയിട്ടും അവൻ വിട്ടൊന്നും പറഞ്ഞില്ല. എപ്പോഴും ഒരിക്കൽ ബോധത്തിന്റെ അബോധാവസ്ഥയുടെ ഇടയ്ക്ക് KRK സാർ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കുകയാണ് എന്നവൻ അവ്യക്തമായിട്ട് പറഞ്ഞു. ആരാണ് KRK? അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടോ? KRK അതിപ്പോ വെറും 3 അക്ഷരല്ലേ ഉള്ളൂ. KR കണ്ണൻ, K രാമകൃഷ്ണൻ, അങ്ങനെ ആരോ. സാർ, പിന്നെ സർക്കാരിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വലിയ പിടിപാടുള്ള ഒരു KRK കുറിച്ച് സാർ കേട്ടിട്ടില്ലേ? KRK ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ഉടമ, ഉന്നതൻ, വ്യവസായ പ്രമുഖൻ. അതെ, പക്ഷേ അയാളും ശേഖരമേനോനും തമ്മിൽ ഏതെങ്കിലും ഒരു സാധാ KRKക്ക് ശേഖരമേനോട് വിരോധം തോന്നുന്ന കാര്യമുണ്ട്? ശരിയാണ്. അവിഹിത മാർഗത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ സർക്കാരിന്റെയും ബ്യൂറോക്രസിയുടെയും കൂട്ടുകാരനാകാൻ ശ്രമിക്കുക. KRK. മിസ്റ്റർ KRK അകത്തുണ്ടോ? KRK ആണ്. ആ, ഞാനൊന്ന് പുറത്തു പോകാൻ തുടങ്ങിയാണ്. ഒരു 4 മണി കഴിഞ്ഞൊന്ന് വിളിക്കൂ. ജോണിക്കുട്ടി വരും. വൈകിട്ട് 5 മണി കഴിയും വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച കണ്ടാൽ മതി എന്ന് പറയണം. യെസ് സാർ. മറ്റേ നമ്പറിൽ ആരെങ്കിലും വിളിച്ചാൽ ഡീറ്റെയിൽസ് എഴുതി വെച്ചാൽ മതി. യെസ് സാർ. ആ പോയതാരാ? മനസ്സിലായില്ലേ? അതാണ് ഞങ്ങളുടെ MD. നിങ്ങൾ നേരത്തെ അന്വേഷിച്ചില്ലേ? KRK. എന്താ നിനക്ക് അയാളെ പരിചയമുണ്ടോ? ആ, പക്ഷെ KRK ആയിട്ടല്ല, മറ്റൊരു പേര്. കുഞ്ഞച്ചന്റെ വരവിന്റെ ഉദ്ദേശം ഇപ്പോഴാണ് ശരിക്കും വ്യക്തമാവുന്നത്. എന്തായി? കണ്ടു. ഞെട്ടിക്കുന്ന കുറെ സത്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു. നമുക്ക് സങ്കല്പിക്കാവുന്നതിനേക്കാൾ അപ്പുറത്തുള്ള കൗശലക്കാരാണ് KRK. ഹമീദ് കൂടുതൽ എന്തെങ്കിലും? വലിയൊരു ചങ്ങലയിലെ ചെറിയൊരു കണ്ണി മാത്രമാണ് ഹമീദ്. ആ കണ്ണിയിലൂടെ ഞാനൊന്ന് പോയി നോക്കി. ശേഖരമേനോന്റെ ഇൻകം ടാക്സ് ഓഫീസ് വരെ. അവിടെ അയാളുടെ കീഴ്ജീവനക്കാരനായിരുന്ന KR കുട്ടികൃഷ്ണൻ ഇന്നത്തെ KRK. അങ്ങേയറ്റം കറപ്റ്റഡ് ആയിരുന്ന KRKക്ക് ജയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ആളാണ് ശേഖരമേനോൻ. ആ കുടിപ്പക എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് എന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ. ശേഖരമേനോൻ മരിച്ചു. കൊന്നത് KRK, അല്ലെങ്കിൽ അവന്റെ ആളുകൾ. ചേച്ചി ഇരിക്കൂ കേട്ടോ. ഞാൻ കണ്ടില്ല. എനിക്ക് ദേവിയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? ഈ ദിവസങ്ങൾക്കിടയിൽ ഞാൻ കുറേയൊക്കെ ദേവിയെ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രായത്തെക്കാൾ കവിഞ്ഞ പക്വതയുണ്ട് ദേവിക്ക്. മാളുവിന്റെയും ഗോപികയുടെയും അമ്മയെ പോലെ ദേവി ഇപ്പം. അവർക്ക് ധൈര്യം കൊടുക്കാനും ദേവിക്ക് കഴിയൂ. അല്ലെങ്കിൽ അതിന് കഴിയണം. ആദ്യത്തെ ഞെട്ടൽ, പിന്നുണ്ടായ ആശ്വാസം, പിന്നെ വീണ്ടും ആകപ്പാടെ നോർമലായിട്ടുള്ള ഒരാൾക്ക് ഭ്രാന്ത് വന്നു പോകാവുന്ന സന്ദർഭം. പക്ഷേ തളരരുത്. അനുജത്തിമാരെ കുറിച്ച് ഓർത്തെങ്കിലും തളരാൻ പാടില്ല. എന്താണെങ്കിലും പറയൂ. അത് നമ്മള് വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. അച്ഛൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സത്യം.
കരയരുത്. ധൈര്യം സംഭരിച്ചേ പറ്റൂ. അങ്ങനെ പറയരുത്. ആരുമില്ല എന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല. കരയരുത്, കരയരുത്, കരയരുത്. ദേവി, ഹലോ, മിസ്റ്റർ കുഞ്ഞച്ചനെ ഒന്ന് കിട്ടുവോ? ഞാൻ കോൺട്രാക്ടർ ഹരീന്ദ്രനാണ്. ആ കണ്ട്രാക്കാണോ? ഇത് കുഞ്ഞച്ചൻ തന്നെയാ. അതെ കുഞ്ഞച്ച, ഞാനിവിടെ PWDയുടെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നില്ലേ, അത് നിന്നുപോയി. അതുകൊണ്ട് കുറച്ച് സമയം ബാക്കിയുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ കല്യാണ മണ്ഡപത്തിന്റെ കാര്യം വേണമെങ്കിലും നോക്കാം. എന്ത് ഈശോയെ, ഞാൻ എന്നതായി കേൾക്കുന്നേ? ഇന്നെങ്കിൽ ഇന്ന് വർക്ക് തുടങ്ങാൻ കുഞ്ഞച്ചൻ റെഡിയാ. കുഞ്ഞച്ചനൊന്ന് വന്നാൽ നമുക്ക് അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം. എവിടെ വരണോന്ന് പറ. വർക്ക് സൈറ്റ് വന്നാൽ മതി. കണ്ടാക്കേ